നമസ്കാരം. ഇപ്പോൾ കുറേയധികം ദിവസമായി നമ്മൾ കണ്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സിനടുത്താവാനായി. പേഴ്സണൽ ലൈഫിലും നമ്മുടെ ക്ലിനിക്കും കാര്യങ്ങളായിട്ട് കുറച്ചധികം തിരക്കിലായതുകൊണ്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റാതിരുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനകത്തുള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം റീസെൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഭാഗമായതെന്ന് നമ്മൾ അറിയുന്നുണ്ട്. സോ അതിൽ തെറ്റി ശരി ഇതൊന്നും കീറി മുറിക്കുന്നതും നമ്മുടെ വിഷയമല്ല. പക്ഷേ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു MBBS കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ BDS കഴിഞ്ഞ് ചുമ്മാ ഇരിക്കുന്നു, ഇതൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം തോന്നും. ഡെഫിനറ്റ്ലി ഈ വീഡിയോ ഒരു ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച്, അതുപോലെ സോ കോൾഡ് ബ്യൂട്ടി ബ്ലോഗേഴ്സിനെ കുറിച്ച് തന്നെയാണ്. സോ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഡോക്ടേഴ്സ്, ഏത് ഡോക്ടേഴ്സ് ആവട്ടെ, MBBS ഡോക്ടേഴ്സ് ആവട്ടെ, BAMS ഡോക്ടേഴ്സ് ആവട്ടെ, BHMS ഡോക്ടേഴ്സ് ആവട്ടെ, വുമൻ വെറൈറ്റീസ്, നമ്മൾ ഈ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് ഡോക്ടേഴ്സ് ആവുന്നതല്ല. ഇൻസ്റ്റെഡ് നമ്മൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം +1 +2 കഷ്ടപ്പെട്ട് പഠിച്ച്, അത് ബേസിക് കോൺസെപ്റ്റ്സ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് രാവകാലമായിട്ടിരുന്ന് പഠിച്ച്, അത് കഴിഞ്ഞ് +2 കഴിഞ്ഞ് പിന്നെ നമ്മൾ റിപ്പീറ്റിങ്ങിന് പോകുന്നു. റിപ്പീറ്റിംഗ് ചിലപ്പോൾ ക്ലിയർ ആവില്ല, അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പല കഷ്ടപ്പാട് കടന്നിട്ടാണ് അവസാനം നമ്മളൊരു മെഡിക്കൽ കോളേജിൽ എത്തപ്പ് ചെയ്യുന്നത്. അവിടെ തീരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5-5 വർഷക്കാലം കൊടൂരായിരിക്കും, മോസ്റ്റ്ലി കൊടൂരായിരിക്കും. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും. ഒരു പടി കാര്യങ്ങൾ കടന്നിട്ടാണ് അറ്റ് ലാസ്റ്റ് നമ്മളൊരു ഡോക്ടർ ആവുന്നത്. ഓൾമോസ്റ്റ് ഒരു 8 ഇയേഴ്സ് നമുക്ക് ഇതിനിടയിൽ പോയിട്ടുണ്ടാവും. പലപ്പോഴും നമ്മുടെ പേഴ്സണൽ റിലേഷൻസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് അതിനേക്കാൾ കൂടുതൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവും. ഇതൊക്കെ സർവൈവ് ചെയ്തിട്ടാണ് ഒരു ഡോക്ടർ ഉണ്ടാവുന്നത്. അല്ലാതെ 10ാം ക്ലാസ് കഴിഞ്ഞ് 18ാം വയസ്സാവുമ്പോഴത്തേക്ക് കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഈ പറയുന്ന രീതിയിൽ ഡോക്ടർ ആവുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക്, അതായത് 15ാം വയസ്സിൽ 10ാം ക്ലാസ് കഴിയുന്നു, 18ാം വയസ്സിൽ കല്യാണം കഴിക്കുന്നു പറയുന്ന അത്തരത്തിലുള്ള ഒരാൾക്ക് പ്രൊഡക്ട്സ് റെക്കമെൻഡ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ ഡോക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചാണ്. ദിവസവും ഓരോ പുതിയ ക്രീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പല കാര്യങ്ങൾ ചെയ്യുക, സ്കിൻ ഡാമേജസ് ഉണ്ടാക്കുക. നമ്മുടെ സ്വന്തമായിട്ട് സ്കിൻ ഡാമേജ് ഉണ്ടാവുന്ന പോട്ടെ, നമ്മൾ കാണുന്ന ആൾക്കാരെ കൂടെ അങ്ങനെ പറഞ്ഞു പറ്റിക്കുക, ഇതൊക്കെ ചെയ്യുക. ഒട്ടും എത്തിക്സ് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബേസിക് ആയിട്ട് ഡിഗ്രി ഡോക്ടർ ആണെങ്കിൽ തന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ അടുത്ത പേഷ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് അസുഖം എന്ന് പലപ്പോഴും അന്താളിച്ച് നിൽക്കാറുണ്ട്. ആ സമയത്ത് ഒരു ഡോക്ടറുടെ ഏറ്റവും ബേസിക് ആയിട്ട് എത്തിക്കൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ മറ്റൊരു ഡോക്ടറിലേക്ക് റെഫർ ചെയ്ത് വിടുക എന്നുള്ളതാണ്. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി ഒരു ഡോക്ടർക്ക് വേണ്ടത്. അപ്പോൾ അതാണ് നമ്മുടെ എത്തിക്സ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്തിക്കലി നമ്മുടെ കാര്യങ്ങൾ കോൺടാക്ട് കൃത്യമായിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഇങ്ങനത്തെ യാതൊരു എത്തിക്സോ കാര്യങ്ങളോ ഇല്ലാത്ത ആൾക്കാർ, ഇങ്ങനെ എത്തിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് മോശം പറയുന്ന സമയത്ത് അത് ചുമ്മാ കേട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ധാർമ്മിക ബോധമായിരുന്നില്ല എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു റെസ്പോൺസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ മുൻപുള്ള വീഡിയോസിൽ, എൻ്റെ വീഡിയോസിനകത്ത് പലപ്പോഴും നിയാസിനമൈഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ഗ്ലൂട്ടാത്തയോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന സമയത്ത് എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ്, ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു ക്രീമിന്റെ പ്രൊമോഷനോ അല്ലെങ്കിൽ ഇന്ന ക്രീം നല്ലതാണെന്നോ ഇന്ന ക്രീം മോശമാണെന്നോ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് തന്നെ ഒരു ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൺസേൺസ് ഉണ്ട്. അതെനിക്ക് പറ്റുന്നതാണോ, അതെനിക്ക് പറ്റില്ലേ, എന്താണ് അതിനകത്തുള്ള എഫക്ട്സ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. സോ ഈ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ അത്രത്തോളം വിജിലന്റ് ആയിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സ് വന്ന് ഓരോ ദിവസവും ഓരോ ക്രീം പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വാരി കുത്തുന്നു പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവുന്നില്ല. ആൻഡ് അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെപ്പോലെയുള്ള ഡോക്ടേഴ്സിനെ വളരെ പുച്ഛത്തോട് കൂട്ടിയിട്ട് BDSോ MBBSോ കഴിഞ്ഞ് കോസ്മെറ്റോളജി എന്തോ ഡിപ്ലോമ ചെയ്ത ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും എക്സ്ട്രാ ഡിപ്ലോമ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബേസിക് അറിവിനകത്തേക്ക് വീണ്ടും അറിവ് കൂട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ, അല്ലാതെ ഒരിക്കലും അത് വേസ്റ്റ് ആയി പോകുന്നില്ല. സോ മേക്ക് ഷുവർ നിങ്ങൾക്ക് നമ്മളെപ്പോലുള്ള ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ അതിനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ പോട്ടെ, ക്വാളിറ്റി നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. എത്തിക്കലായിട്ടുള്ള ഒരു ക്വാളിറ്റി നിങ്ങൾക്കുണ്ടോ എന്നുള്ളത്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇപ്പം എൻ്റെ ക്ലിനിക്ക്, ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ എൻ്റെ ക്ലിനിക്കിനോട് ചേർന്നിട്ടുള്ള ഏജൻസിയിൽ നമുക്ക് റീസെൻ്റ് ആയിട്ട് കുറച്ചധികം നാൽപ്പാമരാഗ് തൈലം പോയി. സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഇൻഫ്ലുവൻസേഴ്സ് ആരോ ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്നത്. നാൽപ്പാമരാഗ് തൈലം നല്ലത് തന്നെയാണ്, ടാൻപോനൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ചില ആൾക്കാർക്കെങ്കിലും മോശമായിട്ട് എഫക്ട് ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് ഡോക്ടറിന് മാത്രമാണ്. ഒരു ഇൻഫ്ലുവൻസറിനോ അല്ലെങ്കിൽ ഒരാൾക്കോ അത് വർക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അത് ഈക്വലി വർക്ക് ചെയ്യും അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കുന്നില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് സാധനം നമ്മുടെ ശരീരത്തിന്റെ മുകളിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് എന്ത് വേണം, ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് അറിയാവുന്ന ആൾക്കാരെടുത്ത്
നമ്മൾ കാര്യങ്ങൾ സംസാരിക്കും. ഇപ്പൊ നമുക്ക് അതിന് മാത്രം സോഴ്സുകളുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെയാണെങ്കിലും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഡോക്ടറാണ്, ഡോക്ടർ ഡാനിസ് സലീം. അദ്ദേഹത്തിന്റെ വീഡിയോസ് പലപ്പോഴും നമുക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് തരാറുണ്ട്. അദ്ദേഹം ഒരിക്കലും തന്റെ വീഡിയോയിലൂടെ ഒരു ഇതിനെ പ്രൊമോട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, പൊതുവെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ വേറൊരാളാണ് ഡോക്ടർ പാൽവാണിക്കം. പുള്ളിക്കാരൻ അമേരിക്കയിൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഗ്യാസ്ട്രോഎൻട്രോളജി മാത്രമായിട്ട് ബന്ധപ്പെട്ടല്ല, മറ്റുള്ള ഡോക്ടേഴ്സ്, മറ്റ് സ്പെഷ്യലൈസേഷൻസ് ഒക്കെ ഉള്ള ഡോക്ടേഴ്സ്, അതുപോലെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സിനെ പോഡ്കാസ്റ്റുകളിലൂടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതിലൂടെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടാറുണ്ട്. സോ അങ്ങനെയുള്ള ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള സോഴ്സിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഏതൊരു സ്ഥലത്ത് ചികിത്സിക്കാൻ വേണ്ടി പോകുന്നതും നമ്മളിപ്പം ഒരു കാര്യം, ചെറിയൊരു കാര്യം ഷോപ്പ് ചെയ്യണമെങ്കിൽ തന്നെ എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന പോലെ റിസർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്തരം ഫേക്ക് ഇൻഫ്ലുവൻസസിന് വഴിക്ക് പോവാതിരിക്കുക. ഇനി അടുത്ത ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്ന 2 കാറ്റഗറി ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പക്ഷെ കൂടുതലായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് നെഗറ്റീവ് ഇൻഫ്ലുവൻസസിനെയാണ്. അതിപ്പം ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് മാത്രമല്ല, നമ്മളെ വല്ലാതെ ഷോപ്പ് ഹോളിക് ആക്കുന്ന എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന, അല്ലെങ്കിൽ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഇതിൽ ഇൻഫ്ലുവൻസസ് ആണ്. ഇനി അത് മാത്രമല്ല, നമ്മുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്ത രീതിയിലുള്ള പല കാര്യങ്ങളും. കാരണം പല യൂട്യൂബേഴ്സിനും വീഡിയോ കാണുമ്പോൾ അതുപോലത്തെ ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കുഴികളിലും ചെന്ന് ചാടുന്ന കുട്ടികളുണ്ടാവും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഇനി മോട്ടിവേഷൻ ഇൻഫ്ലുവൻസസ് നമ്മൾ പലപ്പോഴും നമ്മൾ മോട്ടിവേഷൻസിന് സിമ്പിളായിട്ട് കാണാറുണ്ട്. നിങ്ങൾക്ക് മോട്ടിവേഷൻ ആണ് വേണ്ടെങ്കിൽ അത് വളരെ ഷോർട്ട് ലിവിഡ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് മോട്ടിവേഷൻ ഷോർട്ട് ലിവിഡ് ആണ്. ആ ഷോർട്ട് ലിവിഡ് മോട്ടിവേഷനിൽ നിന്നും ഒരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യലാണ് നമ്മുടെ കരിയർ സക്സസിനാണെങ്കിലും ലൈഫിൽ സക്സസിനാണെങ്കിലും വേണ്ടത്. സോ ഇനി അങ്ങനത്തെ മോട്ടിവേഷൻസ് ആണെങ്കിൽ വേണ്ടതെങ്കിൽ ഇത്തരത്തിലുള്ള ഫേക്ക് ഇൻഫ്ലുവൻസസിന്റെ വഴിക്ക് പോകാതിരിക്കുക, നെഗറ്റീവ് ഇൻഫ്ലുവൻസസിന്റെ വഴിക്ക് പോകാതിരിക്കുക. നിങ്ങൾക്ക് ബുക്സ് ഉണ്ടല്ലോ, ഒരുപാട് ബുക്സ് ഉണ്ട്. APJ അബ്ദുൽ കലാമിന്റെ അഹിംസകരാവട്ടെ, ഇനി ബേസിക് ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാവട്ടെ, ഇങ്ങനെ ഒരുപാട് ബുക്സ് ഉണ്ട്. ഇനി ഇതല്ല, അല്ലാതെ തന്നെ യൂട്യൂബിനകത്ത് തന്നെ ഒരൊറ്റ കാര്യത്തെ പല പെർസ്പെക്റ്റീവിൽ കാണാനും ഒരുപാട് അറിവുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. സോ ജസ്റ്റ് ഫോളോ ദം. ഇനി ഇതൊക്കെ നമുക്ക് സെൽഫ് മോട്ടിവേഷൻ ഇല്ലാത്ത അവസ്ഥകൾ മാത്രമാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ആക്കാനായിട്ട് മറ്റുള്ളവരിലേക്ക് ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഫൈനലി എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഏത് ബ്ലോഗേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഏത് ഇൻഫ്ലുവൻസേഴ്സ്, ഈ പറയുന്ന പോലെ നെഗറ്റീവ് ഇൻഫ്ലുവൻസേഴ്സ് ആവട്ടെ, അവര് ചൂഷണം ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള കുഞ്ഞു വൾണറബിലിറ്റീസിനെയാണ്. ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ഡാർക്ക്നെസ്സോ അല്ലെങ്കിൽ സ്കിൻ ടോണിന്റെ ഡൾനെസ്സോ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് നമ്മുടെ സെൽഫ് ലവ് ആണ്. പിന്നെ മോർ ഓവർ നമ്മൾ വിജിലന്റ് ആയിരിക്കാം. നമ്മളെ മറ്റൊരാൾ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരുടെ ബാഡ് ഇൻഫ്ലുവൻസിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ വിജിലന്റ് ആയിരിക്കുക എന്നുള്ളതാണ്. സോ ഇതിപ്പോൾ ഇത്രയും അധികം പറയാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടേഴ്സിന് വില കുറച്ച് സംസാരിച്ചു എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രം പറയാണ്. വിഷയം എന്താണെന്നോ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഒന്നുകൂടെ ഞാൻ ഫൈനലായിട്ട് ഒരു കാര്യം പറയാണ്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് 18ാം വയസ്സിൽ കല്യാണം കഴിച്ച് പോകണമെന്ന് വിചാരിച്ച പോലെ അല്ല ഒരു ഡോക്ടർ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ഡിഫിക്കൽട്ടീസിലൂടെ കടന്നുപോയി അത്രയും കാലം പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് രാത്രി പകലാക്കി പഠിച്ചിട്ടാണ് ഓരോ ഡോക്ടേഴ്സും വെളിയിലിറങ്ങുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഡോക്ടേഴ്സും എത്തിക്കലായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 99% ഡോക്ടേഴ്സും എത്തിക്കലായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ എത്തിക്കൽ ക്വാളിറ്റിയോട് കൂടി വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ, ക്വാളിഫിക്കേഷൻ വിട്ടാലും ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ളത്.